മനുഷ്യന് വേണ്ടത് മൂന്നെണ്ണം. ഈ മൂന്നെണ്ണവും സഞ്ചി കൊണ്ടുപോയാൽ കിട്ടൂല. ഈ മൂന്നെണ്ണവും കോഴിക്കോട്ടെ ഒരു സൂപ്പർ മാർക്കറ്റിലും കിട്ടൂല. മനുഷ്യന് വേണ്ട മൂന്നെണ്ണം നിങ്ങൾക്ക് പണം കൊടുത്ത് വാങ്ങാൻ കഴിയില്ല കൂട്ടരെ. അപ്പൊ എന്ത് ചെയ്യും? എന്താണ് ആ മൂന്നെണ്ണം? എണ്ണിക്കോ. 1 സന്തോഷം, 2 സമാധാനം, 3 സംതൃപ്തി, സാറ്റിസ്ഫാക്ഷൻ, പീസ് ഓഫ് മൈൻഡ് ആൻഡ് ഹാപ്പിനെസ്. ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന പെൺകുട്ടിയൊക്കെ വേണ്ടി പറഞ്ഞത്. കിട്ടുമോ? നിങ്ങൾ നെസ്റ്റോയിൽ പോയിക്കോ. നെസ്റ്റോ അതുള്ളപ്പോൾ കോഴിക്കോട്ട് ഏറ്റവും വലിയ സൂപ്പർ മാർക്കറ്റ്. എന്നിട്ട് അവിടുന്ന് ചോദിക്ക് 1/2 കിലോ സമാധാനം ചോദിച്ചോ. എറണാകുളത്തെ ലുലുലു പോയി ചോദിക്ക് 1/4 കിലോ സംതൃപ്തി. അവിടെ യൂസുഫ് അലി ഉണ്ടെങ്കിൽ ഇറങ്ങി വന്നിട്ട് പറയും നിങ്ങൾക്കിത് കിട്ടുകയാണെങ്കിൽ ഒരു ഇത്തിരി എനിക്ക് കൂടി തരണേ. അയാൾക്കുണ്ടാവും. മനുഷ്യൻ എന്ന ജീവിക്ക് 3 വേണ്ടി. ഇനി ഞാൻ പറയണത് ശരിക്കും ശ്രദ്ധിക്കണം. എന്താ കുടുംബം? 2 മനുഷ്യർ, ഒരാണും ഒരു പെണ്ണും, സമാധാനവും സംതൃപ്തിയും സന്തോഷവും കിട്ടാൻ വേണ്ടി ഒന്നിക്കുന്നതിൻ്റെ പേരാ കുടുംബം. അപ്പൊ കുടുംബമായി. ഒരാണ് പെണ്ണിനെ കിട്ടണമെന്നുള്ളത്. 2 മനുഷ്യന്മാർ സമാധാനവും സംതൃപ്തിയും സന്തോഷം കിട്ടാൻ വേണ്ടി ഒരുമിക്കുക. എന്നിട്ട് പരസ്പരം അത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ എൻ്റെ പെണ്ണിന് സമാധാനവും സന്തോഷവും സംതൃപ്തിയും കൊടുക്കണം, അവൾ എനിക്ക് സമാധാനവും സന്തോഷവും സംതൃപ്തിയും തരണം. അങ്ങനെ മത്സരിക്കണം. അതിൻ്റെ പേരാ കുടുംബം. അപ്പം ഞാനതൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുന്നത് എന്താണെന്നറിയോ? ഇതായിരുന്നോ കുടുംബം? കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ പോയ സാധനം അപ്പം നിങ്ങൾ എണ്ണിയത് അല്ലേ? കല്യാണം കഴിഞ്ഞ് ഉടൻ നഷ്ടപ്പെട്ടത് നിങ്ങൾ എണ്ണിയത്. നമ്മളൊക്കെ കുടുംബത്തിൻ്റെ അവസ്ഥകൾ ആലോചിച്ചിനോ? കെട്ടി, മക്കളായി, പെട്ടു, ഇനി ഇങ്ങനെ പോട്ടെ. എന്നിട്ട് കൗൺസിലിങ്ങിന് വന്ന് പറയും സാറേ മക്കളെ ആലോചിച്ചിട്ടാ. ഞാൻ പറഞ്ഞ അല്ലെങ്കിലോ എന്നോ പിരിഞ്ഞിനി. എന്ത് കുടുംബം അത്? ഇതെന്ത് കുടുംബ? തിരിച്ചു പോവാൻ ഒരു വീടില്ലാതെ ഭർത്താവിനെ സഹിക്കുന്ന പെണ്ണുങ്ങൾ എത്ര ഉണ്ട് എന്നറിയോ കേരളത്തിൽ? തിരിച്ചു പോകാൻ വീടില്ല. കെട്ടിച്ച് അയാളുടെ കൂടെ ജീവിച്ചു, 20 കൊല്ലം കഴിഞ്ഞു, വാപ്പ മരിച്ചുപോയി, ഉമ്മ ആങ്ങളുടെ കൂടെ നിൽക്കുകയാണ്, ഭർത്താവിനെ ഒഴിവാക്കി ഈ പെണ്ണും കെട്ടാൻ പോവുക. അപ്പോൾ ആ പെണ്ണ് ചിന്തിച്ചു ഇനി പോവാൻ സ്ഥലമില്ല, അതുകൊണ്ട് ഇയാളും സഹിച്ചു ഇവിടെ കൂടുക. അങ്ങനെ സഹിക്കുന്ന സ്ഥലത്തിൻ്റെ പേരല്ല കൂട്ടരെ കുടുംബം. സമാധാനവും സന്തോഷവും സംതൃപ്തിയും കളിയാടുന്ന ഇടം കുടുംബം. അപ്പം ഞാനിനി അവസാനിപ്പിക്കുകയാണ്, നിർത്തുകയാണ്. എനിക്ക് തന്ന സമയം തീരാറായി. അപ്പം നിർത്തുകയാണ്. ഇനി ഞാൻ പറയുന്ന 3 കാര്യങ്ങൾ കൂടി എൻ്റെ പ്രിയപ്പെട്ടവർ ഓർത്തു വെക്കണം. കുടുംബം കുടുംബമാവാൻ കുടുംബബന്ധം എന്ന ഒരു സാധനമുണ്ട്. കുടുംബബന്ധം എന്നത് 3 ബന്ധങ്ങൾ ചേർന്നതാണ്. മറന്നു പോവരുത്. 3 ബന്ധം ഒരുമിച്ച് വെച്ചാൽ അതിൻ്റെ പേര് കുടുംബബന്ധം. ബാക്കിയുള്ള ബന്ധങ്ങളൊന്നും അങ്ങനെയല്ല. സുഹൃത്ത് ബന്ധം, അയൽപ്പക്ക ബന്ധം, പ്രസ്ഥാന ബന്ധം, എന്താ ഈ ബന്ധത്തിലൊന്നും 3 ബന്ധമില്ല. ഞാൻ ഇനി പറയുന്ന 3 ബന്ധങ്ങൾ നിങ്ങൾ ഒരുമിച്ചു ചേർത്തു വച്ചാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതം, കുടുംബജീവിതം സുഖവും സമാധാനവും സംതൃപ്തിയും സന്തോഷവും ഉള്ളതാവും. ഏതൊക്കെയാണ് ആ 3 എണ്ണം? ഇനി ഞാനൊന്ന് ഓടിച്ചു പറയാൻ സമയമില്ലാത്തതുകൊണ്ട്. ഒന്ന് ശാരീരിക ബന്ധം, 2 മാനസിക ബന്ധം, 3 ആത്മബന്ധം. ഒന്നുകൂടി പറയാം. ഞാൻ മാഷായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും കേട്ടോ. 1 ശാരീരിക ബന്ധം, 2 മാനസിക ബന്ധം, 3 ആത്മബന്ധം. ഈ 3 ബന്ധവും ചേർത്തു വെച്ചാൽ അതിൻ്റെ പേരാണ് കുടുംബം. അപ്പോൾ ഭാര്യയും ഭർത്താവും എന്തൊക്കെ വേണം? 1, 2, 3. മക്കൾ ഉമ്മയും ബാപ്പയും എന്തൊക്കെ വേണം? 1, 2, 3. ടിങ്, കുടുംബം. കണ്ടോ എന്ത് രസമുണ്ട്? നമുക്ക് ഓരോന്നോരോന്നെടുക്കാം. ഒന്നാമത്തത് എന്താ? ശാരീരിക ബന്ധം അല്ലേ? ഭാര്യയും ഭർത്താവും തമ്മിൽ ശാരീരിക ബന്ധം വേണം. ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. മക്കളും മാതാപിതാക്കളും തമ്മിൽ ശാരീരിക ബന്ധം വേണം. അപ്പൊ കൺഫ്യൂഷനായി.
എന്താ ഞാൻ പറഞ്ഞത്? ശാരീരിക ബന്ധം, ശരീരം തൊടുക, തൊടാൻ പറ്റിയ ബന്ധം കുടുംബം മാത്രമേ ഉള്ളൂ. നമ്മളെ പെൺകുട്ടിയൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം. കോളേജിലൊക്കെ ഗേറ്റിൻ്റെ അവിടെ ഇങ്ങനെ നിൽക്കുക പെൺകുട്ടികൾ, ആൺകുട്ടികളോട് വരുമ്പോൾ അസ്സലാമു അലൈക്കും പടച്ചോൻ്റെ പേരും പറഞ്ഞ് ഓനോട് കൈ കൊടുക്കുക. ഓൻ്റെ കൈ പിടിച്ച് കുളിക്കാൻ പറ്റുമോ? ഓനെ തൊടാൻ പറ്റുമോ? കൂടെ ചേർന്ന് നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുമോ? നിങ്ങൾ മക്കളെ പഠിപ്പിച്ചു കൊടുത്തില്ല, ആൺകുട്ടിയൊക്കെ പഠിപ്പിച്ചു കൊടുത്തില്ല. ആരെ തൊടാം? ഒരു പുരുഷന് തൊടാൻ പറ്റാവുന്നവർ കുടുംബത്തിനകത്ത് മാത്രമേ ഉള്ളൂ. എല്ലാവരുടെ കയ്യിലും ഫോണാ. 30 വയസ്സ് കഴിഞ്ഞ 40ഉം 50ഉം വയസ്സുള്ള ഭാര്യയും ഭർത്താവും സ്വകാര്യമായി കൗൺസിലിങ്ങിന് വരും. എന്നിട്ട് ഞാനിങ്ങനെ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ ഭർത്താവ് പറയും എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഭാര്യ പറയും എനിക്ക് നിങ്ങളോട് സ്വകാര്യമായിട്ട് സംസാരിക്കാനുണ്ട്. അപ്പം ഞാൻ ഭർത്താവിനെ പുറത്താക്കും. ഭാര്യയോട് ചോദിക്കും എന്താ മോളെ പ്രശ്നം? ഉടനെ ഭാര്യ പറയും സാറേ ഇയാൾക്ക് എന്താണെന്നറിയില്ല, ഇന്നോടൊരു ഇൻട്രസ്റ്റ് ഇല്ല. അതിനർത്ഥം എന്താ നിങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് മനസ്സിലായിണ്ടാവുമല്ലോ. ഇന്നോട് അയാൾക്കിപ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഇല്ല, എൻ്റെ അടുത്തേക്ക് വരില്ല, ബന്ധപ്പെടില്ല, എന്നെ ഒന്ന് കൂട്ടി പിടിക്കുന്നില്ല, എന്നെ കാണുമ്പോൾ അയാൾക്കൊരു രസം തോന്നില്ല. അതെന്താ കാരണം? അയാളെ ഫോണിൽ ലോകത്തുള്ള സകല പെണ്ണുങ്ങൾ ഉടുക്കാത്ത കാണുകയാണ്. പിന്നെ ഇപ്പം നിങ്ങളെ കണ്ട അയാൾക്ക് വലിയ ഇഷ്ടം തോന്നുമോ? ആ ഫോണിനകത്ത് വേണ്ടാത്തത് മുഴുവൻ കണ്ട് എല്ലാ ആഗ്രഹവും അവസാനിച്ചിട്ടാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ആണുങ്ങൾ പുരയ്ക്ക് കയറി വരുന്നേ. എന്നിട്ട് പിന്നെ സ്വന്തം കെട്ടിയോളെ കാണുമ്പം കിടന്നുറങ്ങാനല്ലാതെ എന്തിനേയും തോന്നുമോ?